അതിലോ അൻവർ 13,573 അൻവർ ഇപ്പൊ തന്നെ ആയി 13,500 അമരമ്പലത്തൊക്കെ അൻവർ വോട്ടുണ്ട് 13,573 സംഭവം. അൻവർ ഇസ് എ സ്റ്റാർ. അൻവർ ചെറിയ മീനല്ല. 13,573 ആളുകൾ പിന്തുണയ്ക്കാനുണ്ട് മണ്ഡലത്തിൽ. ചെറിയ കാര്യമല്ല. നമ്മളോട് കരുളായിൽ അമരമ്പലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ അൻവർ വെച്ചു കൊടുത്ത റോഡുകളെ പറ്റി എന്ന് പറഞ്ഞാൽ അൻവറിന്റെ കാലത്ത് ചെയ്ത റോഡുകളെ പറ്റി, അൻവർ ചെയ്ത സഹായത്തെ പറ്റിയൊക്കെ അവർ ആത്മാർത്ഥമായി പറയുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാ. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ സ്മരിക്കണം വിജയ. കാരണം ഇത്രയും ഒരു വോട്ട് ഫാക്ടർ ഉള്ള സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളിനെ പിന്നോക്കം തള്ളി വി.ഡി. സതീശൻ തീരുമാനം എടുത്തു. അത് ചെറിയ കാര്യമല്ല, രാഷ്ട്രീയ തീരുമാനമാണ്. കാരണം അദ്ദേഹം ചില ആൾക്കാരോടൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം കറക്റ്റാണ്. മാത്യു കുഴൽനാടനെ ഒരു പരിഹാസമുണ്ട്. അദ്ദേഹം പറയുന്നത് വർത്തമാനകാല കേരളത്തിൽ മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്ന് സ്വരാജിനെ പരിഹസിക്കുന്നുണ്ട്. സ്വരാജിന്റെ ഒരു എന്റെ കുഴൽനാട ഈ സമയത്ത് പൊളിറ്റിക്സ് ആണ്. ഈ പോസ്റ്റിനൊരു രാഷ്ട്രീയ ഉണ്ട്. സ്വരാജിന്റെ വളരെ പ്രശസ്തമായ ഒരു വിമർശനമാണ്. ആ വിമർശനം അതേ നിലയിൽ മാത്യു കുഴൽനാടൻ തിരിച്ചടിക്കുകയാണ്. പോരാട്ടത്തിന്റെ ഭാഗമാണ്. സന്ദീപ് പറഞ്ഞു സത്യാനന്തര കാലത്ത് ഇതിൽ കൂടുതൽ മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചു നിഷ്കളങ്കരെ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട്. അതൊരു പ്രസ്താവനയുടെ പേരിലാണ്. പക്ഷെ ആ പ്രസ്താവന ബാബരി മസ്ജിദ് സംഭവം ബാബരി മസ്ജിദ് കേസിൽ ജനവിധി വരുമ്പോൾ സുപ്രീം കോടതി വിധി വന്നപ്പോഴാണ് അതായത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയ പ്രസ്താവന 80-21 എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എണ്ണാൻ ബാക്കിയുള്ളത് കുറച്ച് വോട്ടുകൾ മാത്രമാണ്. ബാക്കി 3 പഞ്ചായത്തുകൾ മാത്രമാണ് ബാക്കി. അപ്പൊ ആ പഞ്ചായത്തുകളിൽ ഈ പറഞ്ഞ 8021 മറിച്ചുകൊണ്ട് എന്തായാലും സ്വരാജ് വരില്ല എന്ന് ഉറപ്പിക്കാം. LDF അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ഭുതം സംഭവിക്കണം. അമരമ്പലത്തൊന്നും ഒറ്റ വോട്ട് പോലും UDF കിട്ടാത്ത പോലെ അങ്ങനെ വരില്ല. കോൾ വിപിൻ അലക്സ അല്ല നമ്മുടെ ഇവിടുത്തെ ഞാൻ അപ്പോഴേ പറഞ്ഞു നമ്മൾ ഇത് നീട്ടിക്കഴിഞ്ഞാൽ വിമർശനം വരുമെന്ന് കേട്ടോ. ചാച്ചു പറഞ്ഞതറിയോ, ഇത് ഒരുമാതിരി ഉടായിപ്പ് പരിപാടിയായി. അങ്ങനെ പറയല്ലേ, നേരത്തെ പ്രവചിച്ച ഞങ്ങൾ മണ്ടന്മാരായി. ഇവിടെയും ബിസിനസ് നടത്താൻ 24 മറന്നില്ല. അങ്ങനെ പറയല്ലേ ചാച്ചു, നമ്മൾ പ്രേക്ഷകരുടെ വികാരം ചാച്ചു നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ സംഭവം കിടപ്പുണ്ട്. ഇതിൽ നിന്ന് അറുക്കിട്ടെടുക്കുമല്ലേ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഈ ഐഫോൺ പിടിച്ച് ഗംഭീരമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ കുട പിടിച്ച് അല്ലേ എന്തെങ്കിലും ചെയ്യും. അപ്പൊ വിപിനോട് ചോദിക്കാം, വിപിനെ ഏത് റൗണ്ട് ഏത് പഞ്ചായത്ത് ഏറ്റവും പുതിയ വിവരം എന്താണ് വിപിൻ? വിജയകുമാർ, ഇപ്പോൾ നിലമ്പൂർ നഗരസഭയാണ് എണ്ണുന്നത്. നിലമ്പൂർ നഗരസഭയിൽ 13 റൗണ്ടാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ തവണ 1000-ലധികം വോട്ടുകൾക്ക് LDF മുന്നേറിയ പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 13 റൗണ്ടിലേക്ക് എത്തുമ്പോഴും അതിൽ 9 റൗണ്ടിൽ മാത്രമാണ് M സ്വരാജിന് ഒരു മുന്നേറ്റം, ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള 12 റൗണ്ടിലും UDF-ന് വ്യക്തമായ ആധിപത്യം. നഗരസഭയിലും ഇപ്പോൾ UDF ആര്യടൻ ഷൗക്കത്ത് മുന്നേറുന്ന കാഴ്ചയാണ്. 8410 വോട്ടുകൾ ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നു. അത്രയും ലീഡാണ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളത് വിജയകുമാർ. 13 റൗണ്ട് നിലമ്പൂർ നഗരസഭയാണ്. ഒരു 6 റൗണ്ട് ഇനി എണ്ണാനുള്ള കരുളായി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അമരമ്പലം ഉണ്ടെന്നുള്ള മറന്നു പോരുത്. പക്ഷെ ആരുണ്ടെങ്കിലും 8416 വോട്ടിനെ കവച്ചു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കഴിയില്ല. അമരമ്പലത്തിന്റെ അമരൻ ഷൗക്കത്തായി കൂടെ കഴിഞ്ഞ ഇനിയിപ്പോ നോക്കണമെന്നറിയോ ഒറ്റ ചോദ്യം, ഇരട്ട മറുപടി, 2 മറുപടി പറയാം. നിലമ്പൂരിലെ കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്തു. നിലമ്പൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ആഷ്മിയുടെ മനസ്സിൽ വിജയ സാധ്യത ആർക്കായിരുന്നു? കള്ളം പറയരുത്. എന്തുകൊണ്ട്? എന്ത് പറഞ്ഞാൽ നമ്മളവിടെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫീൽ കിട്ടി. വന്യജീവി പ്രശ്നത്തിന്റെ കാര്യം, വന്യജീവി പ്രശ്നം കാടിറങ്ങി വന്ന ഈ കാട്ടുമൃഗങ്ങൾ വൈകാരിക പ്രശ്നം 100% ഉണ്ട്. അത് ഭരണവിരുദ്ധ വികാരം മാറിയിട്ടുണ്ട്. അതാണ് എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വൈകാരിക പ്രശ്നമാണ്. അതിൽ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഇമോഷൻ അവർക്കുണ്ട്. ഇമോഷൻ മാത്രമല്ല, ഒരു പരിധിവരെ ശരി വാസ്കെ ഞാൻ പറയും. അപ്പൊ അതിനെതിരായ ഒരു തിരിച്ചടി ഉണ്ട്. ഇത് ഈ കാണുന്ന ലീഡ്
പ്രതീക്ഷിച്ചോ വിജയകുമാർ? എനിക്ക് ഏറ്റവും ക്രൂഷ്യലായി തോന്നിയത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ 76% പേര് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്തോ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയെ ഭരണത്തെ സ്വാധീനിക്കുന്ന ഒന്നുമില്ല, പക്ഷെ അവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറയുന്ന അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങൾ, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വനം വന്യജീവി പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ സർക്കാരിന് വിലയിരുത്തലാണെന്ന് LDF നേതാക്കളൊക്കെ പറഞ്ഞു, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. അപ്പൊ ആ വിലയിരുത്തലും ഈ പറയുന്ന ഈ വനം വന്യജീവി പ്രശ്നങ്ങളോടെ ഒരു ട്രെൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കൂട്ടമായി വന്ന് വോട്ട് ചെയ്തത്. അതിന്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ 8563 സംസ്ഥാന വിഷയങ്ങളും 8563 ലീഡ് ഉയരുന്നുണ്ട്. 8563 നഗരസഭ റിപ്പോർട്ട് കിട്ടുമ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 8563 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അപ്പൊ ആ ലീഡ് തുടർന്ന് വരിക എന്ന് പറഞ്ഞ 8 പഞ്ചായത്തുകളും ഒരു തരംഗം ഉണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു UDF തരംഗം 20,000 ഒക്കെ തരംഗമല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ